ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 43. രാമോ വിരാമോ വിരതോ മാർഗോ നീയോനയോനയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമാധർമ്മവിദുത്തമാ. രാമോ വിരാമോ വിരതോ മാർഗോ നീയോ നയോ നയഃ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മവിദുത്തമ. ഈ ശ്ലോകത്തില് 11 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമമാണ് രാമഃ. 394 നാമമാണ് രാമഃ. രാമഃ എന്ന് വെച്ചാൽ യാതൊരുവനിൽ രമിക്കുന്നുവോ അവൻ രാമൻ. ഈ രാമനാമത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വിഷ്ണു സഹസ്രനാമത്തില് ഫലശ്രുതിയില് അവസാനം പറയുന്നുണ്ട്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനി എന്ന് വെച്ചാല് സഹസ്രനാമത്തിന് തത്തുല്യമാണ് ഈ രാമനാമം. എന്നാല് മടികൊണ്ട് സഹസ്രനാമം ജപിക്കാതെ ഇരുന്നിട്ട് ഈ രാമനാമം പെട്ടെന്ന് ജപിച്ച് തീർക്കാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും കാരണവശാൽ മുടക്കം വന്നാൽ ആ സമയത്ത് 108 രാമനാമം ജപിച്ചാൽ മതിയെന്ന് ഗുരു ഉപദേശം തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ജപിച്ചാൽ ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നു. അല്ലാതെ സഹസ്രനാമം ജപിക്കാൻ ഒരുപാട് നേരം വേണം. അതുകൊണ്ട് അത് ജപിക്കാൻ മടി കാണിച്ചുകൊണ്ട് പെട്ടെന്ന് ജപിച്ചു തീർക്കാൻ പറ്റുമല്ലോ രാമനാമം എന്ന് വിചാരിച്ച് ജപിക്കുന്നവരുടെ കാര്യമല്ല ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാർവതി ദേവിയെ പോലെയുള്ള മഹാദേവി ഈശ്വരനോട് ചോദിച്ചതിന് ഭഗവാൻ മറുപടി പറഞ്ഞതാണ്. എന്തെങ്കിലും കാരണവശാല് അതിന് മുടക്കം വന്നാൽ എളുപ്പം അതിന് പരിഹാരമായി നാം ചെയ്യേണ്ട വഴി എന്താണ് എന്ന് ദേവി പരമേശ്വരനോട് ചോദിച്ചപ്പോൾ പരമേശ്വരൻ മറുപടി കൊടുത്തതാണ്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനി. അപ്പൊ ആരാണ് ജപിക്കേണ്ടത്? നിത്യേന ഈ സഹസ്രനാമം കൊണ്ട് എന്നെ ആശ്രയിക്കുന്നവർക്ക് ചില കാരണം കൊണ്ട് ജപിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് ഈ രാമനാമം ജപിച്ചാൽ മതി എന്ന് പരമേശ്വരൻ ദേവിയോട് ഉപദേശിച്ചു. ഇപ്പൊ രാമശബ്ദത്തില് പ്രധാനപ്പെട്ട 3 അവതാരങ്ങളുമുണ്ട്. പരശുരാമൻ, ശ്രീരാമചന്ദ്രസ്വാമി, ബലരാമൻ. കാരണം അവരെല്ലാം മറ്റുള്ളവരെ രമിപ്പിക്കുന്നു. ഇതിനും പുറമെ നാരായണ എന്ന മന്ത്രത്തിന്റെ രാ എന്ന അക്ഷരവും നമഃശിവായ എന്ന മന്ത്രത്തിന്റെ മകാരവും ചേർത്താണ് രാമശബ്ദമുണ്ടായത്. അത് പരമാത്മാവിനെയാണ് കുറിക്കുന്നത്. അത് താരകമന്ത്രമായിട്ടും കണക്കാക്കുന്നു. ഇപ്പൊ താരകം എന്നാല് ഒരാളെ സംസാര സാഗരത്തിൽ നിന്ന് തരണം ചെയ്യിപ്പിക്കുന്നത്, അത് താരകമന്ത്രം. അത് ബ്രഹ്മശബ്ദത്തിനെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നാമം രാമക. ഇനി അടുത്തത് 395 നാമമാണ് വിരാമഹ. ഏതൊരുവിനിലാണോ അവസാനിക്കുന്നത് അവൻ വിരാമൻ. അപ്പൊ ജീവാത്മാവിന്റെ അവസാന സ്ഥാനമാണ് ഈ പരമാത്മാവിലേക്ക് പൂർണ്ണമായി ലയിക്കുക എന്നത്. പ്രളയകാലത്ത് സമസ്ത ഭൂതങ്ങളും ഏതൊരുവനിലാണോ ലയിക്കുന്നത്
അവൻ വിരാമൻ. അതുപോലെ നമ്മുടെ എല്ലാ പ്രാപ്യസ്ഥാനവും ഏതൊരുവനിലാണോ അവൻ വിരാമഃ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ലയിക്കുക എന്നതാണ് ഏതൊരുവന്റെയും ആത്യന്തികമായ ലക്ഷ്യം, അല്ലേ? മനുഷ്യന്റെ ലക്ഷ്യം പരമാത്മാവിൽ ലയിക്കുക എന്നതാണ്. ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുക എന്നതാണ്. അപ്പൊ ഏത് സ്ഥാനത്ത് എത്തിയാലാണ് പിന്നെ ജന്മമില്ലാതാകുന്നത്? അതാണ് വിരാമഃ. അതുകൊണ്ട് ഭഗവാന് നാമം വിരാമൻ. ഇനി 396 നാമമാണ് വിരതഃ. വിരക്തനായിട്ടിരിക്കുന്നവൻ, വിഷയഭോഗ ഇച്ഛയില്ലാത്ത, തൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ കാലചക്രത്തിൽ കിടന്ന് തിരിയാത്ത, ആ നാശമില്ലാത്ത ഭഗവാന് നാമം വിരതഃ. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ്? നമ്മൾ വിഷയഭോഗ ഇച്ഛയിൽ ഈ കാലചക്രത്തിൽ കിടന്ന് കറങ്ങുകയാണ്, അല്ലേ? കാലചക്രത്തിൽ നിന്നും മാറണമെങ്കിൽ നമ്മൾ വിഷയഭോഗ ഇച്ഛയിൽ വിരക്തനായിത്തീരണം. ഈ വിഷയഭോഗ ഇച്ഛയിൽ നിന്ന് വിട്ട് ഭഗവാനെ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ മാത്രമേ ഈ ഭോഗ ഇച്ഛയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ വിഷയഭോഗ ഇച്ഛയിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ധന്യമാകുന്നതെന്ന്. അത് നമ്മൾ ഭഗവാനെ അല്പം പോലും അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ഉത്ഭവിക്കുന്നത്. ശരിയായ സുഖം വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നതാണെന്ന് വിചാരിച്ച് വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം ഒരിക്കലും മോശമാണെന്നല്ല ഇവിടെ പറയുന്നത്. വിഷയങ്ങളെ അനുഭവിക്കേണ്ടെന്നുമല്ല ഇവിടെ പറയുന്നത്. ഈ വിഷയഭോഗമെല്ലാം നമ്മൾ ഈശ്വര നിശ്ചയത്താൽ അനുഭവിക്കുന്നതാണ്. അതവിടെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭോഗേച്ഛയിൽ നിന്നും നാം വിരക്തനായിത്തീരണം. എങ്കിൽ മാത്രമേ ഭഗവാനിലേക്ക് നമുക്ക് ലയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഈ ഭോഗസുഖങ്ങളുടെ പിന്നാലെ നമ്മൾ പോയി ആ ദുഃഖത്തെ പേറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് ആ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭോഗ ഇച്ഛയിൽ നിന്നും നാം കുറേശ്ശെ വിരക്തനായിക്കൊണ്ടിരിക്കണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന, നീ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ടതാണ്. നിമിത്തമാത്രം ഭവ സർവസാജി എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ നിശ്ചയിക്കപ്പെട്ടതാണ്. ആ നിശ്ചയിക്കപ്പെട്ടതിലൂടെ നാം ജീവിക്കുന്ന സമയത്ത് പലർക്കും സംശയം തോന്നും. സഹസ്രനാമത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ വിഷയഭോഗ ഇച്ഛയിൽ നിന്ന് മാറിയാൽ പിന്നെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നൊക്കെ. അത്യാവശ്യം ഈ ഭോഗത്തിൽ കൂടി കടന്നുപോയാൽ മാത്രമേ സൃഷ്ടി നിലനിൽക്കുകയുള്ളൂ. അത് വേണ്ട എന്ന് ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതെല്ലാം നമ്മൾ ആസ്വദിച്ച് ആ ഭോഗസുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് പയ്യെ നമ്മൾ എന്തിലേക്ക് തിരിയുക? നമ്മുടെ മനസ്സിനെ മോക്ഷം ലഭിക്കുവാൻ വേണ്ടി ഭഗവാനിലേക്ക് നാം തിരിയുക. അല്ല അതാണ് മാധുര്യമെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ദുഃഖമായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ നമ്മളോട് തന്നെ പറയുന്നു. അപ്പം നമ്മുടെ വാസനകള് പല രീതിയിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും. എന്നാൽ ഭഗവാന് ഈ വാസനകളൊന്നും ഭഗവാനിൽ ഉൾപ്പെടുന്നില്ല. ഭഗവാന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആ മനസ്സ് വികാരങ്ങൾക്കനുസരിച്ച് നിന്ന് പ്രതികരിക്കുന്നു. ഇതെല്ലാം വിഷയ ഇച്ഛയ്ക്കുള്ള ഭോഗ കാരണമാണ്. പക്ഷെ ഭഗവാൻ ഇതൊന്നും ഇല്ലാത്തവനാണ്, വിരക്തി പുരുഷനാണ്. അതുകൊണ്ട് ഭഗവാന് നാമം
വിരതഃ. ഇനി 397 നാമം മാർഗഃ. മുമുക്ഷുക്കളാൽ അന്വേഷിക്കപ്പെടുന്നവനായിട്ടുള്ളവൻ മാർഗഃ. 365 നാമത്തിൻ്റെ അതേ ആശയം തന്നെയാണ് ഇവിടെ മാർഗഃ എന്ന നാമത്തിനും പറഞ്ഞിരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ കൃപയാണ് മോക്ഷമാർഗങ്ങൾ. ഗുരുമുഖത്തിൽ നിന്ന് അറിയുന്ന എല്ലാ അറിവുകളും സത്യത്തിലേക്കുള്ള വഴികളാണ്. ആ മാർഗമായിട്ടിരിക്കുന്നവൻ ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാന് നാമം മാർഗഃ. ഇനി 398 നാമം നേയഃ, നയിക്കുന്നവൻ. ഈ നാമം ഗുരുസ്വരൂപമാണ്. ജീവാത്മാവായിട്ടിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും പരമാത്മാവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ മാർഗമായി ഇരുന്നു കൊണ്ട് നമ്മുടെ അടുത്തേക്ക് ആ മാർഗത്തെ കൊണ്ടുതരുന്നവൻ നേയഃ. അതുകൊണ്ട് ഭഗവാന് നാമം നേയഃ. നാം ഗുരുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു നിയമം പറയുന്നുണ്ട്. ആ ഗുരു എങ്ങനെയുള്ളതായിരിക്കണം? ആ ഗുരു സത്യത്തെ തിരിച്ചറിഞ്ഞവനായിരിക്കണം. അതാണ് ഒരു ഉത്തമമായ ഗുരു. അപ്പൊ എല്ലാം അറിയാവുന്ന ഒരേ ഒരു ഗുരു ആരേ ഉള്ളൂ? അത് പരമാത്മാവാണ്. ആ പരമാത്മാവിൻ്റെ നിമിത്തം മാത്രമാണ് മറ്റുള്ള ഗുരുക്കന്മാരെന്ന് സാരം. അവര് അവരുടെ പ്രാരബ്ധം തീർത്തു പോകാൻ വരുന്നതിനോടൊപ്പം തന്നെ ആ ഭഗവാന്റെ ദൗത്യങ്ങൾ കൂടി അവരിലൂടെ സംവദിക്കുന്നു. ഭഗവാനും നമ്മുടെ ഗുരുക്കന്മാരും ഒന്നു തന്നെയാണ്. അവർ അന്യമല്ല എന്ന് സാരം. അപ്പോൾ ആ മാർഗത്തിന് യഥാർത്ഥത്തിൽ അർഹനായിട്ടുള്ള ഗുരു സാക്ഷാൽ നാരായണസ്വാമി തന്നെ. അതുകൊണ്ട് ഭഗവാന് നാമം നേയഃ. ഇനി 399 നാമമാണ് നയഃ. ഇപ്പോൾ നമ്മൾ കണ്ട ആ മാർഗഃ, നേയഃ, നയഃ എന്നത് ഒറ്റ നാമമാണെന്ന് ചിലർ പറയാറുണ്ട്. മോക്ഷമാർഗം, മോക്ഷാർഹൻ, മോക്ഷദാതാവ് ഇവയെല്ലാം ഈശ്വരൻ തന്നെയാണ്. ചിലർക്ക് സംശയം തോന്നും, നമ്മൾ ഭഗവാന്റെ അംശമാണോ? തീർച്ചയായിട്ടും നമ്മളെല്ലാം ഈശ്വരാംശം തന്നെ. അപ്പൊ ജീവാത്മാവായിട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ്. എങ്ങനെയാണോ സമുദ്രജലം ഒരു പാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ പാത്രത്തിൻ്റെ സ്വരൂപം പോലെയും, ഒരു ഗ്ലാസ്സിലിരിക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ സ്വരൂപം പോലെയും, സ്വർണം വളയായിട്ടിരിക്കുമ്പോൾ ആ വളയുടെ സ്വരൂപം പോലെയും, മാലയായിട്ടിരിക്കുമ്പോൾ ആ മാലയുടെ സ്വരൂപം പോലെയും, വിഗ്രഹമായിട്ടിരിക്കുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ സ്വരൂപമായിട്ടും ഇരിക്കുന്നു. അപ്പൊ ആദ്യന്തമായത് എന്താണ്? സ്വർണം തന്നെ ആയതിനാൽ എല്ലാം ഈശ്വരാംശം തന്നെ എന്ന് നാം കരുതണം. അപ്പൊ ഈ 3 നാമവും അടുപ്പിച്ചു വരുന്നത് കൊണ്ട് ഒരേ ആശയം തന്നെയാണ് ഇവിടെ പറയുന്നത്. മോക്ഷമാർഗവും മോക്ഷാർഹനും മോക്ഷദാതാവുമായിരിക്കുന്നവൻ എന്ന നാമത്തിൽ ഭഗവാന് നയഃ. ഇനി 400 നാമമാണ് അനയഃ. അനയഃ എന്ന് പറഞ്ഞാൽ പ്രാരബ്ധ കർമ്മങ്ങളും സഞ്ചിത കർമ്മങ്ങളും അവസാനിച്ച് ആ പരിശുദ്ധമായിട്ടുള്ള ജ്ഞാനസിദ്ധി നേടിയിട്ടുള്ള ജീവാത്മാക്കൾക്ക് വഴി കാണിച്ചു കൊടുത്ത് അവരെ പ്രാപ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നവനായ ഭഗവാന് നാമം അനയഃ. അപ്പൊ ഭഗവാന് സ്വയം നേതാവായിട്ടിരിക്കുന്നവൻ, തന്നെ നയിക്കാൻ മറ്റാരുമില്ലാത്തവൻ. അതിനാൽ ഭഗവാന് നാമം അനയഃ. ഇനി 401 നാമമാണ് വീരഃ. പരാക്രമശാലിയായിട്ടിരിക്കുന്നവൻ വീരഃ. 402 നാമമാണ് ശക്തിമതാം ശ്രേഷ്ഠഃ. മഹത്തായ ശക്തിമാനായിട്ടിരിക്കുന്നവൻ, അത് ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാന് നാമം ശക്തിമതാം ശ്രേഷ്ഠഃ. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ഇടയിൽ പ്രധാനമായിട്ട് 3 ശക്തികളുണ്ട്. ഇച്ഛാശക്തി, ജ്ഞാനാശക്തി, ക്രിയാശക്തി. ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് ആ പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഭഗവാന് നാമം
എന്താണ്? ശക്തിമതാം ശ്രേഷ്ഠ. അപ്പം ഇതിൻ്റെ 3 ശക്തികളുടെയും പൂർണ്ണതയാണ് ഈശ്വരൻ. ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. മഹത്തായ ശക്തി ഉള്ളവരിൽ ശക്തിമാനായിട്ടിരിക്കുന്നവൻ ഭഗവാൻ ശക്തിമതാം ശ്രേഷ്ഠ. ഇനി 403-ാമത്തെ നാമമാണ് ധർമ്മഃ. ധർമ്മത്തെ ധരിക്കുന്നവൻ, ധർമ്മത്താൽ ആരാധിക്കപ്പെടുന്നവൻ. നമ്മള് വൃഷകർമ്മ, വൃഷാകൃതി എന്നൊക്കെയുള്ള നാമം നമ്മൾ കണ്ടു. ധർമാധ്യക്ഷ എന്നൊക്കെയുള്ള നാമങ്ങൾ കണ്ടു. അതേ ആശയം തന്നെയാണ് ധർമ്മഃ. ഈ നാമം ധർമ്മസ്വരൂപനാണ് ഭഗവാൻ. പല ആവർത്തി ഇത് പറഞ്ഞു കഴിഞ്ഞു. സർവഭൂതങ്ങളെയും ധരിക്കുന്നവനാണ് ഭഗവാൻ. അതുപോലെ തന്നെ സർവഭൂതങ്ങൾക്കും അതാത് ധർമ്മങ്ങൾ കൊടുത്ത് ഈ പ്രപഞ്ചത്തിൽ അതാത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ള ആ ഭഗവാന് നാമം ധർമ്മഃ. ഈ ധർമ്മവും ത്തിന് പറയുന്നുണ്ട് സ്വഭാവം എന്നും അർത്ഥം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണ്. കഠോപനിഷത്തില് യമധർമ്മദേവന് നചികേതസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏറ്റവും സൂക്ഷ്മമാണ് ധർമ്മം. ധർമ്മത്താൽ ആരാധിക്കപ്പെടേണ്ട ധർമ്മരൂപിയാണ് ഭഗവാൻ. അതായത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. അതിന് ശേഷം മാത്രം അമ്പലത്തിൽ പോയാലേ അതിന് ഫലമുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാതെ അമ്പലത്തിൽ പോയത് കൊണ്ട് എല്ലാം നമുക്ക് ആ അനുഗ്രഹം ലഭിക്കുമെന്ന് വിചാരിക്കാം. അമ്പലത്തിൽ പോകണ്ട എന്നല്ല, അമ്പലത്തിൽ പോകുന്നതിന് അതാത് ധർമാനുഷ്ഠങ്ങളോടുകൂടി പോയെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈശ്വരൻ തന്നിട്ടുള്ള ഈശ്വര ദൗത്യത്തെ നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് സാരം. അപ്പൊ ഈ ലോകത്തിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അത് ഈശ്വരൻ തന്നിട്ടുള്ള കഴിവാണ്. അത് വേറൊരാൾക്ക് അത്രയും വ്യക്തമായിട്ട് ആ കഴിവ് കൊടുക്കുകയില്ല. ഒരാൾക്ക് കൊടുത്ത കഴിവായിരിക്കത്തില്ല മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്ന കഴിവ്. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ അഭ്യാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളെ മറന്നു പോകുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ആനന്ദം തരികയും ചെയ്യും. അതോടൊപ്പം നമ്മൾക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും. അത് വാസ്തവികം തന്നെ. പക്ഷെ അവരറിയുന്നില്ല അതിൻ്റെ ഗുണങ്ങൾ കൊണ്ടാണ് അവർക്ക് ആ ഗുണം അനുഭവിക്കുന്നതെന്ന് അവരറിയുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ധർമ്മം, നമ്മൾ ഭഗവാനിൽ ആ അടിയുറപ്പിച്ച് ചെയ്യുന്ന ആ ധർമ്മം മറ്റുള്ളവർക്കും കൂടി അനുഗ്രഹപ്രദമാകും എന്ന് ഇവിടെ പറയുന്നു. അപ്പൊ അവർക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം അവർക്കും ലഭിക്കും. അങ്ങനെ ധർമ്മത്താൽ ആരാധിക്കപ്പെടുന്നവനും ധർമ്മത്തെ ധരിച്ചിരിക്കുന്നവനും സർവധർമ്മങ്ങളുടെയും നാഥനായിരിക്കുന്ന ഭഗവാന്റെ നാമം ധർമ്മഃ. ഇനി 404-ാമത്തെ നാമമാണ് ധർമ്മ വിദുത്തമഃ. ബ്രഹ്മാദിദേവന്മാരെ, മനുക്കളെ തുടങ്ങിയവർക്ക് ധർമ്മം നന്നായിട്ടറിയുന്നവരാണ്. അവരെക്കാട്ടിലും പൂർണ്ണമായി ധർമ്മം അറിയുന്നവൻ ആരോ അവൻ ധർമ്മശ്രേഷ്ഠൻ. അപ്പൊ ധർമ്മത്തിൽ വെച്ച് ഉത്തമനായിട്ടിരിക്കുന്നവൻ ആരാണോ അവൻ ഭഗവാൻ.
ശ്രുതി, സ്മൃതി, ആഗമം, പുരാണം എന്നിവയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതെല്ലാം എന്താണ്? ഈ ഉത്തമധർമ്മത്തെയാണ്. ഈ പറഞ്ഞ ധർമ്മങ്ങളിൽ വെച്ച് ആചരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ധർമ്മജ്ഞരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്നവൻ ഭഗവാൻ. ഈ ധർമ്മമെല്ലാം എവിടെ നിന്നാണ് വന്നത്? അത് ഭഗവാനിൽ നിന്ന്. ഹരി ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 44. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണത പ്രണവഭൃത്യു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരദുക്ഷജ. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണത പ്രണവ പൃഥ്വു ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപ്തോ വായുരദോക്ഷജ. ഈ ശ്ലോകത്തിൽ 11 നാമങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഭഗവാന് വൈകുണ്ഠൻ എന്ന നാമം വരുവാൻ പല കാരണങ്ങൾ പറയപ്പെടുന്നു. പുരാണ പ്രകാരം വികുണ്ഠയുടെ മകനായി ജനിച്ചതുകൊണ്ട് ഭഗവാന് വൈകുണ്ഠൻ എന്ന നാമകരണം വന്നു. പിന്നെ രണ്ടാമത് പറയുന്നത് വൈകുണ്ഠത്തിൽ നാഥനായിരിക്കുന്നവൻ. ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് വിവിധാകുണ്ഠാകൃതേ പ്രതിഹതി വികുണ്ഠായ കർത്തേതി വൈകുണ്ഠ. വിവിധാകുണ്ഠാകൃതി സാധാരണയുള്ള പോക്കിന് ഒരു തടസ്സം സൃഷ്ടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഭഗവാന് വൈകുണ്ഠൻ എന്ന നാമം. പിന്നെ വികുണ്ഠയുടെ മകൻ ആയി ജനിച്ചത് കൊണ്ട് ഭഗവാന് വൈകുണ്ഠൻ. കുണ്ഠതയില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നവനായതുകൊണ്ട് ഭഗവാന് വൈകുണ്ഠൻ. അപ്പം വൈകുണ്ഠം എന്ന സ്ഥലം കുണ്ഠതകൾ ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. ഇവിടെ വികുണ്ഠനായി അവതരിച്ച് വൈകുണ്ഠത്തെ സൃഷ്ടി ചെയ്തവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം വൈകുണ്ഠ. അതുപോലെ സൃഷ്ടിയുടെ ആദിയിൽ സൂക്ഷ്മരൂപിയായിട്ടിരുന്ന് ഈ പഞ്ചഭൂതങ്ങളെ അത് ഒന്നിനോട് ബന്ധമില്ലാതെ സഞ്ചരിച്ചിട്ട് ആ സമയത്ത് സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചിരുന്നവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ച് അന്യോന്യം ചേർത്ത് അവരുടെ ഗതിയെ ഭഗവാൻ സങ്കല്പമാത്രം കൊണ്ട് തടഞ്ഞു. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് വൈകുണ്ഠൻ. അതുപോലെ ഭഗവാന് മഹാഭാരതത്തിലെ ശാന്തി പർവത്തിൽ പറയുന്നുണ്ട്. ഭൂമിയെ ജലത്തോടും ആകാശത്തെ വായുവിനോടും വായുവിനെ അഗ്നിയോടും യോജിപ്പിച്ചതിനാൽ ഭഗവാനെ വൈകുണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് വൈകുണ്ഠ എന്ന നാമം. വൈകുണ്ഠം എന്ന വാക്കിന് അർത്ഥം ദുഃഖമില്ലാത്ത സ്ഥലം എന്നാണ്. അപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ മാറ്റി തന്നിലേക്ക് അടുപ്പിക്കുന്ന ആ ഭക്തന്മാരുടെ പുരോഗതിക്ക് തടസ്സമായിരിക്കുന്ന വിഘ്നങ്ങളെ ഇല്ലാതാക്കി ആ മാർഗം സുഗമമാക്കുന്ന അവൻ ആരോ? വൈകുണ്ഠൻ. ഇനി 406 നാമമാണ് പുരുഷ. അതിൽ എല്ലാറ്റിനെയും ദഹിപ്പിക്കുന്നവൻ, ശരീരത്തിൽ കുടികൊള്ളുന്നവൻ.
ഈ ഒരു നാമം ആവർത്തനം വന്നതാണ്. 14ാമത്തെ നാമമായിട്ട് പുരുഷക എന്ന നാമം നമ്മൾ കണ്ടതാണ്. അവിടെ അർത്ഥം പറഞ്ഞത് പുരത്തിൽ സ്പർശിക്കുന്നവനാരോ അവൻ പുരുഷൻ. അപ്പം പരമാത്മാവായിട്ടുള്ള ആദിനാരായണൻ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നു എന്നും ഭഗവാന് എല്ലാ പാപങ്ങളെയും ദഹിപ്പിക്കുന്നത് കൊണ്ട് ഭഗവാൻ നാരായണൻ പുരുഷനായി എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പം എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നതും ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിട്ടിരിക്കുന്നതും ആദിമധ്യാന്തഹീനമായിട്ടുള്ള ആ ബ്രഹ്മമായിട്ടിരിക്കുന്നതും ആരോ അവൻ പുരുഷൻ. പുരുഷൻ എന്ന വാക്കിന് ഇവിടെ ആണ് എന്നല്ല അർത്ഥം, മേൽ എന്നല്ല അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നവൻ, ശരീരത്തിൽ കുടികൊള്ളുന്നവൻ എന്നാണ്. അപ്പം പുരത്തിൽ സ്പർശിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പുരുഷക എന്ന ശബ്ദത്തിന് അർത്ഥം. ഇനി 407ാമത്തെ നാമം പ്രാണഹ, പ്രവർത്തിക്കുന്നവൻ, ക്ഷേത്രജ്ഞൻ. അപ്പം ഈ നാമം നമ്മൾ 66ാമത്തെ നാമവും 320ാമത്തെ നാമങ്ങളിലും വ്യാഖ്യാനം കണ്ടതാണ്. മഹാവിഷ്ണുവാണ് എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ 13ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യമഭിധീയതേ എന്നവിടെ പറയുന്നുണ്ട്. അപ്പം എല്ലാ ജീവജാലങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നത് ഭഗവാൻ നാരായണൻ തന്നെയാണ്. അവനാണ് പ്രാണവായുവായിട്ടും ഇരിക്കുന്നത്. അപ്പം ആ നാരായണനാണ് പ്രവർത്തിക്കുന്നത്. ഏതൊന്നാണോ പ്രവർത്തിപ്പിക്കുന്നത്, ഏതൊന്നാണോ കാരണമായിട്ടിരിക്കുന്നത്, അത് പ്രാണഹ. ഇനി അടുത്ത നാമം 408ാമത്തെ നാമമാണ് പ്രാണദഹ, പ്രാണനെ ഖണ്ഡിക്കുന്നവൻ. ഭഗവാൻ നാരായണൻ നമ്മൾ ഈ നാമം 65ാമത്തെ നാമത്തിൽ കണ്ടതാണ്. പ്രാണശബ്ദം അവിടെ നമ്മൾ കണ്ടതാണ്. പ്രാണൻ നൽകുന്നവൻ എന്നാണ് അവിടെ നമ്മൾ കണ്ടത്. അതുപോലെ 321ാമത്തെ നാമത്തിലും പ്രാണത എന്നതിന് ബലം കൊടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നവനെന്ന് അവിടെ അർത്ഥം നമ്മൾ കണ്ടതാണ്. അപ്പം ഇവിടെ പറയുന്നു, സംഹാരകാലത്തിൽ സംഘർഷണനായിട്ട് രുദ്രഭാവം പൂണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണനെ ഖണ്ഡനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് പ്രാണദഹ. ഇനി 409ാമത്തെ നാമം പ്രണവഹ, പ്രകർഷേണ സ്തുതിക്കപ്പെടുന്നവൻ. ഓങ്കാരമെന്നും അർത്ഥമുണ്ട്. സനൽകുമാര വചനമനുസരിച്ച് മഹാവിഷ്ണുവിന് പ്രണവ എന്ന നാമം വന്നതിന് വേദങ്ങളെ പ്രണമിക്കുന്നതിനാലാണ്. ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള സർവ സൃഷ്ടികളും ഭഗവാനെ സ്തുതിക്കുന്നത് ഓങ്കാരം കൊണ്ടാണ്. തസ്യവാചക പ്രണമം എന്ന പതഞ്ജലി സൂത്രത്തിൻ്റെ 1ാം അധ്യായത്തിൽ 27ാം ശ്ലോകത്തിൽ കൂടി നമ്മെ അറിയിക്കുന്നുണ്ട്. ഓങ്കാരരൂപം ഭഗവാനാണ്. അതുപോലെ ഭഗവത്ഗീതയിൽ 10ാം അധ്യായത്തിൽ 25ാം ശ്ലോകത്തിൽ കൂടിയും ഭഗവാൻ നമ്മളെ അറിയിക്കുന്നുണ്ട്. വാക്കുകളിൽ അക്ഷരമായിട്ടുള്ള ഓങ്കാരം ഞാനാകുന്നു. ഓം എന്ന ശബ്ദപ്പൊരുളിനെ ആ ബ്രഹ്മമായി ഉപവസിക്കണം. അതുകൊണ്ട്
ഓം ഇതി ബ്രഹ്മ എന്ന് തൈത്തിരീയ ഉപനിഷത്തിലും പറയുന്നുണ്ട്. അപ്പം പ്രണവമായിട്ടിരിക്കുന്ന, നാശമില്ലാത്തവനായ, ആദിസ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാൻ പ്രണവ, ഭഗവാന് നാമം. അപ്പം മിക്കവരും ചോദിക്കാറുണ്ട്, ഈ ആത്മീയതയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതം നശിച്ചു പോകുകയില്ലേ? നമ്മളെല്ലാവരും കർമ്മയോഗമല്ലേ ചെയ്യേണ്ടത്? അപ്പം ഇതെല്ലാം പഠിച്ചു പോയാൽ നമ്മുടെ ജീവിതം ആകുകയില്ലേ എന്നൊക്കെ പലരും ഭയത്തോടു കൂടിയാണ് ഈ ആത്മീയതയിലേക്ക് കടക്കുന്നത്. ഒരിക്കലും ജീവിതം നശിച്ചു പോകുകയല്ല. നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷപ്രദമായി നമ്മുടെ ജീവിതത്തെ കൂട്ടിയോജിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകുകയാണ്. പലരും ഒരു കുടുംബത്തിൽ പലരും പല രീതിയിലുള്ള വ്യക്തിത്വമുള്ള ആൾക്കാരാണ് അല്ലേ? അവർ ഒരേ ഐക്യതയോടുകൂടി 10 മിനിറ്റ് നേരം ഭഗവാനെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അവിടെ ഐശ്വര്യവും സമാധാനവും ശാന്തിയും എല്ലാം പ്രകടമാകുന്നത് കാണാം. പക്ഷേ ഇന്ന് മനുഷ്യൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. കൂടുതൽ ആത്മീയതയിലേക്ക് കടക്കുമ്പോൾ, ഇതിനെ അറിയുമ്പോൾ സന്യാസിയായി പോകുമോ എന്നൊക്കെയുള്ള ഭയമാണ് മനുഷ്യന്. ഒരിക്കലും ഒരു സന്യാസിയാകാൻ അത്ര എളുപ്പമല്ല. എത്രയോ ജന്മത്തിൻ്റെ പുണ്യ കർമ്മം കൊണ്ടാണ് ഒരു സന്യാസിയായി ജീവിതം കൊണ്ടുപോകുവാൻ കഴിയുന്നത് എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകുന്നു. കപട സന്യാസികൾ കാണും, പക്ഷേ യഥാർത്ഥ ഒരു സന്യാസിയാകണമെങ്കിൽ എത്രയോ ജന്മത്തിൻ്റെ പുണ്യഫലം കൊണ്ടാണ് അവരൊരു സന്യാസിയാകുന്നത്. നമ്മൾ വെറുമൊരു ആത്മീയതയിൽ ഒരു LKG സ്റ്റുഡൻ്റ് ആയിട്ടേ ഉള്ളൂ. നമുക്കൊന്നും അറിയുകയില്ല. നമ്മൾ ചെറുതായിട്ടൊരു ഭഗവാന്റെ ഒരു സാന്നിധ്യം അറിയുന്നു, അത്ര വരെ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ക്ലാരിറ്റി വരുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഒരു വാസ്തവികം തന്നെയാണ്. കാരണം എന്താണ്? അതിൽ നിന്ന് നമുക്ക് ആനന്ദം കിട്ടുന്നു, ശാന്തി കിട്ടുന്നു, സമാധാനം കിട്ടുന്നു. അതിലേക്ക് തിരിയുമ്പോൾ, ഭൗതികതയിലേക്ക് തിരിയുമ്പോൾ നമുക്ക് അന്നേരത്തേക്കൊരു സുഖമുണ്ട്. അടുത്ത പടി ഉടനെ എന്താണ്? ദുഃഖമാണ്. അവിടെ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഓരോ സുഖത്തിൻ്റെയും പിറകിൽ ഉടനെ തന്നെ ദുഃഖം അവിടെ വന്നു ചേരും. അപ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, നമ്മൾക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും. നമ്മുടെ ജീവിതമാകുന്ന ധർമ്മം അത് എത്ര ദിവസം വരെയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഭഗവാൻ ഇത്രാമത്തെ ദിവസം മരണം നമുക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള എല്ലാ പ്രാരാബ്ധ കർമ്മങ്ങളും ഭംഗിയായി നമ്മൾ നിർവഹിച്ചു കഴിയണം. അപ്പോഴാണ് ആ ജീവിതം ആനന്ദകരമാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഉത്തമമായിട്ട് നമ്മൾ ആ ആനന്ദത്തെ തിരിച്ചറിയുവാൻ സാധിക്കും നമ്മൾ സാധനയിലൂടെ. അപ്പം നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിന് സാധന ചെയ്യണം.
അതിനേറ്റവും പറ്റിയ ഉപാസനയാണ് പ്രണവോപാസന. അപ്പം സാധന ചെയ്യുന്ന മാർഗമായിട്ടിരിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. സാധാരണ പ്രണവമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന. ആ സാധന ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു നാദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് നാരായണനാഥം. ആ സമയത്ത് നമ്മൾക്ക് അനുഭവപ്പെടും ഭഗവാൻ ആനന്ദസ്വരൂപനാണ്. അങ്ങനെ നമ്മളും ഭഗവാന്റെ ഒരംശമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ വിഷ്ണു സഹസ്രനാമം മുടക്കം കൂടാതെ ജപിച്ചു മുന്നോട്ട് പോകുമ്പോൾ പിന്നീടുള്ള വഴികൾ ഭഗവാൻ തന്നെ നമുക്ക് തുറന്നു കാണിച്ചു തരും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പം അർത്ഥം നമുക്ക് മനസ്സിലാകുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്. അതിനാണ് അർത്ഥം പഠിക്കുന്നത്. അർത്ഥം പഠിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ഹൃദയത്തിൽ ഓരോ വാക്കുകളും തങ്ങി നിൽക്കുകയുള്ളൂ. അപ്പം ഇവിടെ ഭഗവാന് പ്രണവഹ എന്ന നാമം വന്നത് ഓങ്കാര സ്വരൂപമായതുകൊണ്ട് ഭഗവാന് പ്രണവഹ. ഇനി അടുത്തത് 410 നാമമാണ് പൃഥു. പൃഥു എന്ന് പറഞ്ഞാൽ സർവവ്യാപി എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചരൂപത്തിൽ മഹാവിഷ്ണു വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സൂക്ഷ്മമായ ഓങ്കാരം ആ പ്രപഞ്ചത്തിൽ പരന്ന് ലോകമായി തീർന്നിട്ട് അത് 9ാമത്തെ അംശാവതാരമായിട്ട് ഭഗവാൻ പിതൃചക്രവർത്തിയായിട്ട് അവതരിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം അന്ന് ആ അർത്ഥത്തിൽ ഭഗവാന് നാമം പൃഥു. ഭഗവാൻ സർവവ്യാപിയാണ്. ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല. ആ ബോധം നമ്മുടെ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കണം. അപ്പം ബുദ്ധി കൊണ്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സെൽഫ് സറണ്ടറിങ് എളുപ്പമാകും. അപ്പം നമ്മളിലുള്ള ഈഗോ ഒരുപാട് നമുക്ക് മാറിക്കിട്ടും. അപ്പം ബുദ്ധി കൊണ്ട് ഉറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ അനുഭവം നമുക്ക് വന്നു ചേരും. ഒരു നാമം കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മഹർഷീശ്വരന്മാര് പല നാമത്തിലൂടെ ഭഗവാൻ സർവവ്യാപിയാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പം അത് നമ്മൾ ബുദ്ധി കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കാൻ ശ്രമിച്ചാൽ ഈശ്വരന് നമുക്ക് കാണാൻ സാധിക്കും. ഈശ്വരൻ്റെ സ്വരൂപത്തെ നമുക്കറിയാൻ സാധിക്കും. അപ്പം ഈശ്വര ആശ്രയത്തോടുകൂടി നമ്മൾ നമ്മുടെ കർമ്മത്തെ ചെയ്താൽ നമ്മൾ ഐശ്വര്യമുള്ളവരായിത്തീരും. അതുകൊണ്ട് ഭഗവാന് നാമം പൃഥു. ഇനി 411 നാമമാണ് ഹിരണ്യഗർഭ. ലോകസൃഷ്ടിയായ ബ്രഹ്മാവിനെയാണ് ഇവിടെ ഹിരണ്യഗർഭ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാവിൻ്റെയും ജനകനായി ഇരിക്കുന്നത് കൊണ്ട് ഭഗവാന് നാമം ഹിരണ്യഗർഭ. 412 നാമം ശത്രുഘ്ന. ശത്രുക്കളെ ഹനിക്കുന്നവൻ. അപ്പൊ ലോകത്തെ സംരക്ഷിക്കേണ്ടത് ഭഗവാന്റെ കടമയാണ്. സ്ഥിതി ഭഗവാന്റെ ധർമ്മമാണ്. അതുകൊണ്ട് സ്ഥിതിക്ക് വിഘ്നമുണ്ടാക്കുന്ന എല്ലാ ശത്രുക്കളെയും നശിപ്പിച്ച് സംരക്ഷിച്ച് കാത്തുരക്ഷിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് നാമം ശത്രുഘ്നൻ.
ഒരു സാധകന്റെ ഉള്ളിലുണ്ടാകുന്ന കാമക്രോധ ലോഭ മത്സര്യാദികൾ, ആ ഷഡ്വൈരികളെ മാറ്റി ഭക്തരിൽ വൈരാഗ്യം ജനിപ്പിച്ച് ഭഗവാനിലേക്ക് ആ സാധകനെ അടുപ്പിക്കുന്നു. അപ്പം അങ്ങനെ ഭഗവാനിലേക്ക് അടുക്കുന്ന ഒരു സാധകന് തന്നെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന തപസ്സികളെ തന്നിലേക്ക് ആശ്രയിക്കുന്ന സമയത്ത് ഭഗവാൻ അവരുടെ ആ ഷഡ്വൈരികളെ മാറ്റി അവരിൽ വൈരാഗ്യം ജനിപ്പിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നതിനാൽ ഭഗവാന് നാമം ശത്രുഘ്നൻ. ഇനി അടുത്തത് 413 നാമമാണ് വ്യാപ്തഃ. വ്യാപ്തഃ എന്ന് പറഞ്ഞാൽ സർവയിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം വ്യാപ്തഃ. 414 നാമമാണ് വായു. വായു എന്ന് വെച്ചാൽ ഗന്ധമുണ്ടാക്കുന്നവൻ. ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തില് 9-ാം അധ്യായത്തിൽ കൂടി 9-ാം ശ്ലോകത്തിൽ കൂടി നമ്മെ അറിയിക്കുന്നുണ്ട്. പുണ്യോ ഗന്ധഃ പൃഥ്വീം വാംച തേജസാ അസ്മി വിഭാവസൗ എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ വായുവില് ഭഗവാൻ അന്തര്യാമിയായി ഇരുന്നു കൊണ്ട് ശക്തി നൽകുന്നു. ഭൂമിയിൽ ഞാൻ പുണ്യമായ ഗന്ധമാകുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പൊ ആരാണോ വായുവിൻ്റെ ഉള്ളിലിരിക്കുന്നത്, ആരാണോ വായുവിനെ ചലിപ്പിക്കുന്നത്, ആരാണോ ആ വായുവിനെ അറിയുന്നത്, അവന് നാമം വായുഹ. ഇനി 415 നാമമാണ് അദോക്ഷജഃ. അദോക്ഷജഃ എന്ന് പറഞ്ഞാൽ വിരാട് സ്വരൂപൻ, ക്ഷയിക്കാത്തവൻ എന്നർത്ഥം. അന്തർമുഖമായിട്ട് ധ്യാനിക്കുന്നവനാരോ അവൻ അദോക്ഷജഃ. മഹാഭാരതത്തിലെ ഉദ്യോഗ പർവത്തിൽ പറയുന്നുണ്ട്, തൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഒരു കാലത്തും താഴോട്ട് ക്ഷയിക്കാത്തതിനാൽ ഭഗവാന് നാമം അദോക്ഷജൻ. അക്ഷം എന്നാൽ ആകാശമെന്നും അഥ എന്നാൽ പൃഥ്വി എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് അവയുടെ മധ്യത്തിൽ വിരാജിക്കുന്നവൻ വിരാട് പുരുഷൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം അദോക്ഷജഃ. അപ്പൊ ഭഗവാനെ തിരിച്ചറിയാൻ ഒരിക്കലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധ്യമല്ല. കാരണം എന്താണ്? ഭഗവാൻ അൺലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഭഗവാനെ അറിയുവാനുള്ള സാധ്യതകളെ നമ്മൾ എങ്ങനെ കാണണം? നമ്മൾ അന്തർമുഖനായി ഇരുന്നു കൊണ്ട് ഭഗവാനെ ധ്യാനിക്കണം. അപ്പം ബാഹ്യമുഖമായ സാധനകൾ മുമ്പോട്ട് ചെയ്തു പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ ഉള്ളിലേക്ക് തിരിയും. അപ്പോൾ അന്തർമുഖരായി തീരും. അങ്ങനെ ധ്യാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ധ്യാനത്തിൽ കൂടി ഭഗവാനെ നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കും. അപ്പം അവിടെ സ്വരൂപമല്ല കാണുന്നത്, ഭഗവാന്റെ പ്രകാശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഭഗവാന് രൂപമില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഭഗവാന് നാമം അദോക്ഷജഃ.